ഈ കാണുന്ന പള്ളി കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഒരു ജിമ്മായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ പള്ളികളും മസ്ജിദുകളും നശിപ്പിച്ച ഒരു നഗരത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. രാജ്യമൊട്ടാകെയുള്ള പള്ളികൾ അടച്ചുപൂട്ടുകയും മതം നിരോധിക്കുകയും മതപുരോഹിതന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നൊരു കാലം. ആ സമയത്ത് ഈ രാജ്യത്തെ മുസ്ലിംസിന്റെയും ക്രിസ്ത്യാനികളുടെയും വളരെ പ്രധാനപ്പെട്ട നഗരമായിരുന്ന ഷ്കോദറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പള്ളികൾ നശിപ്പിച്ചതിന്റെ അതിലും വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു മനുഷ്യക്കുരുതിയുടെ പല നൂറ്റാണ്ടുകളിൽ പല സംസ്കാരങ്ങൾ കടന്നുപോയതിന്റെ അവശേഷിപ്പുകൾ ഇന്നും കാണാൻ കഴിയുന്ന ഷ്കോദറിന്റെ ചരിത്രവും ഇന്നത്തെ കാഴ്ചകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും അൽബേനിയയിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ നല്ലൊരു അൽബേനിയൻ ചായ കുടിച്ചിട്ട് ഇന്നത്തെ യാത്ര തുടങ്ങിയാണ്. ഇന്നലെ രാത്രിയാണ് ഈ വീട്ടിലെത്തിയത്, അതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ എത്തി നിൽക്കുന്ന ഈ വീട്ടിലും പരിസരത്തുള്ള എല്ലാ വീടുകളിലും പോമഗ്രനേറ്റും മുന്തിരിയും തക്കാളിയും ഒക്കെ കൃഷി ചെയ്യുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കഥകൾ പറയാനുള്ള നാടാണ് ഷ്കോദർ. ആ ചരിത്രത്തിലേക്കൊക്കെ പോകും മുന്നേ നമുക്ക് ആദ്യം ഈ സ്ഥലം ഒന്ന് നടന്ന് കാണാം. അൽബേനിയയിൽ വന്നാൽ തീർച്ചയായും ട്രൈ ചെയ്യണമെന്ന് പലരുടെയും ബ്ലോഗിൽ. അയ്യോ ആരാ അത്? അയ്യോ മേളിൽ ആരോ എന്തോ വരുന്നത്. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്, അത് നോക്കി എറിഞ്ഞത് തലേ കൊള്ളാഞ്ഞ ഭാഗ്യം. മേളിൽ ആരാണ്ട് കുപ്പിച്ചില്ലോ, തക്കാളിയൊക്കെ പറക്കി എറിയുന്നു. അതുപോലെ പലയിടത്തും ശ്രദ്ധിച്ച കാര്യം കേട്ടോ, ഇവിടെ പോർക്ക് കിട്ടുന്ന കടകൾ ഒരുപാടുണ്ട്. പോർക്കിന്റെ ഡിഷസും കുറേ ഉണ്ട്. ഇന്നലെയും ഈ വഴിക്ക് എവിടെയോ ഒരു പോർക്കിന്റെ ഡിഷസ് മാത്രം വെക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. രാത്രിയിലൊന്ന് ഫുഡ് അടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേന്. സോ ഇവിടുത്തെ അവർക്ക് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താ അറിയാമോ, ഇവിടെ റൗണ്ട് ബോട്ടിന് പോകുന്നതിന് മുമ്പായിട്ട് സീബ്ര ക്രോസിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ട്രാഫിക് ലൈറ്റ് ഇല്ല. അതായത് നമ്മളങ്ങ് കയറുന്നു, അപ്പച്ചൻ പോകുന്നു, നമ്മളും പോകുന്നു. അവിടെ അങ്ങനെ ട്രാഫിക് ലൈറ്റ്സ് ഒന്നുമില്ല. നമ്മൾ സേഫാന്ന് നോക്കി അങ്ങ് നടക്കുക. നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ സീബ്ര ക്രോസിംഗ് ഉണ്ട്. സോ നോക്കി സേഫായിട്ട് അങ്ങ് നടക്കുക എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു. ഉണ്ട്, എല്ലാവരും ചവിട്ടിക്കോളും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച കേട്ടോ, തോക്കുകട. വീഡിയോ എടുത്തോട്ടെ, ഞാൻ ചോദിക്കട്ടെ. ഹായ്, can I make video? That's fine. No? Oh, no video. Okay. ഷ്കോദറിൽ നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫുഡ് സ്ട്രീറ്റിലാണ്. ഇവിടെ എത്തിയാൽ നമ്മൾ അൽബേനിയയിലാണോ അതോ ഇറ്റലിയിലാണോ എന്ന് സംശയം തോന്നും. അതിന് പിന്നിൽ ഇവിടെ നിന്ന് വെനീസിലേക്ക് പഠിക്കാൻ പോയ ഒരു അൽബേനിയൻ ആർട്ടിസ്റ്റ് ഉണ്ട്. 1875 16-ാം വയസ്സിലാണ് കൊളൈഡ്രമനോ വെനീസിൽ പോകുന്നത്. അക്കാലത്ത് അവിടെ കണ്ട കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചറും പാസ്റ്റൽ കളേഴ്സും കഫേ കൾച്ചറും ജലാറ്റോയും എല്ലാം ഡിസൈനറും പെയിന്ററും ആർക്കിടെക്റ്റും കൂടിയായിരുന്ന ഇഡ്രമനോ തിരിച്ച് ഷ്കോദറിലേക്ക് കൂടെ കൊണ്ടുവന്നു. നമ്മൾ ഈ കാണുന്ന സ്ട്രീറ്റിന്റെ ലേ ഔട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒട്ടോമൻ ശൈലിയിലും ഈ കെട്ടിടങ്ങളുടെ സിമെട്രിയും ബാലൻസും നിയോ ക്ലാസിക്കൽ സ്റ്റൈലും അതിനോടൊപ്പം മനോഹരമായ പാസ്റ്റൽ കളറുകളും തടിയിൽ പണിഞ്ഞ വിൻഡോസും വെനീഷ്യൻ സ്റ്റൈലിലുമാണ് പണിഞ്ഞിരിക്കുന്നത്. ചരിത്രത്തിലെ 3 വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഒരുമിച്ച് ചേർത്തൊരു ഡിസൈനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇഡ്രമാനോ വരച്ച വളരെ ഫേമസ് ആയ ഒരു പെയിന്റിങ്ങും ഈ സ്ട്രീറ്റിൽ കാണാം. അൽബേനിയൻ ചരിത്രത്തിലെ ഈ ആദ്യത്തെ റിയലിസ്റ്റിക് പെയിന്റിങ്ങിനെ ഇവിടെ പലരും അൽബേനിയൻ മൊണാലിസ എന്നാണ് വിളിക്കുന്നത്. ഇന്നും ഈ ഷ്കോദറിലെ പല ആർട്ടിസ്റ്റുകളും ഈ സ്ട്രീറ്റിലെ പഴയ ബിൽഡിങ്ങുകളെ വളരെ ഭംഗിയായിട്ടാണ് പെയിന്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ സ്ട്രീറ്റിൽ നിന്ന് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഫുഡ് സ്ട്രീറ്റിന്റെ ഇങ്ങേറ്റത്തൊരു ഫാസ്റ്റ് ഫുഡ് കട കണ്ടുപിടിച്ചു. നല്ലൊരു ഡോണറും ഒരു കോഫിയെ കുടിച്ചോണ്ടിരിക്കുക. ഇതുവഴി പോകുന്ന ആൾക്കാരെ കണ്ട് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടുത്തെ വിൻഡോസ് ആട്ടോ, നല്ല ഭംഗിയാണ് ഇവിടുത്തെ വിൻഡോസ് കാണാൻ. തടിയിൽ പണിഞ്ഞേക്കുന്ന പഴയ വിൻഡോസ് ഇതല്ല, നല്ല രസമായിട്ടാണ് കളർ ചെയ്തേക്കുന്നത്, പെയിന്റ് ചെയ്തേക്കുന്നത്. ഇവിടെ കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പോലത്തെ ഹാൻഡ് പമ്പ് അവിടെ റൗണ്ട് ബോട്ടിൽ ഒരു ഹാൻഡ് പമ്പ് ഉണ്ട്. അതിൽ വെള്ളം വരുമോ നോക്കട്ടെ. ഇല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാന്ന് തോന്നുന്നു. ഫേസ്ബുക്ക് അപ്പച്ചൻ പറയാം, എല്ലാവരും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടെ. ഷ്കോദറിൽ എത്തിയപ്പോൾ മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇവിടുത്തെ സൈക്കിളിൻ്റെ ഉപയോഗമാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപാട് പേര് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റും ഇവിടെ. അൽബേനിയയുടെ സൈക്ലിംഗ് ക്യാപിറ്റൽ എന്നാണ് ഷ്കോദർ അറിയപ്പെടുന്നത്. ബാൽക്കൺ റീജിയനിൽ തന്നെ ഏറ്റവും വലിയ സൈക്ലിംഗ് കൾച്ചറുള്ള നഗരങ്ങളിലൊന്നാണ് ഷ്കോദർ. ഈ സ്ട്രീറ്റിൽ കുറച്ച് സമയം നിന്നപ്പോൾ തന്നെ 100 കണക്കിന് സൈക്കിളുകളാണ് ഇതുവഴി കടന്നുപോയത്. സൈക്ലിംഗ് ഇവിടെ ഇത്രയും പോപ്പുലർ ആയതിൻ്റെ ഒരു കാരണം വലിയ കയറ്റം ഇറക്കമൊന്നും ഇല്ലാത്ത വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഷ്കോദർ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സൈക്ലിംഗ് ഇവിടെ വളരെ ഈസിയാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഇവിടെ സാധാരണക്കാർക്ക് കാർ വാങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അൽബേനിയക്കാർ ആ കാലത്ത് കൂടുതലും സൈക്കിളുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാറുകൾ ഈ രാജ്യത്തേക്ക് വന്നെങ്കിലും അന്ന് തുടങ്ങിയ സൈക്ലിംഗ് ശീലം ഇവരുടെ ജീവിത രീതിയുടെ ഒരു ഭാഗമായി മാറിയിരുന്നു. അതുകൊണ്ടാണ് ഇന്നും എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളും ഇവിടെ സൈക്കിൾ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റുന്നത്. ഇവിടെ ഉള്ളവർക്ക് സൈക്ലിംഗ് ഒരു ഹോബിയല്ല, ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇതേ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് തന്നെയാണ് ഇവിടെ പള്ളികളും തകർക്കപ്പെടുന്നത്.
ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ബിൽഡിങ്ങുകൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകൾ പോലെയല്ല. ഈ സ്ട്രീറ്റിൻ്റെ പ്രധാനപ്പെട്ട വഴി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ടൂറിസ്റ്റുകൾ അധികം വരാത്ത ഈ വഴികളിൽ അത്ര മെയിൻറ്റൈൻഡ് അല്ലാത്ത പഴയ ബിൽഡിങ്ങുകളും കാണാം. ചില വീടുകളൊക്കെ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് സ്വന്തമായി വീടുകളും ഉണ്ടാകാൻ അനുവാദമില്ലായിരുന്നു. ഈ കാണുന്ന വീടുകളെല്ലാം അന്ന് സർക്കാരിൻ്റെ കൺട്രോളിലായിരുന്നു. എന്നാൽ കമ്മ്യൂണിസം തകർന്നതോടെ ഈ ബിൽഡിങ്ങുകളുടെ ഉടമസ്ഥാവകാശത്തെപ്പറ്റി വലിയ നിയമപ്രശ്നങ്ങളുണ്ടായി. ഇന്ന് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടുള്ള ഇവരുടെ ഇന്നത്തെ തലമുറ തമ്മിലുള്ള കേസുകൾ കാരണം ഈ ക്ലാസിക് കെട്ടിടങ്ങൾ ആർക്കും ഒന്നും ചെയ്യാനാകാതെ ഇവിടെ കിടന്ന് നശിക്കുകയാണ്. മറ്റൊരു കാരണം ഈ പഴയ സ്റ്റൈലുള്ള വീടുകൾ ഇവിടെ ഇങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് കർശനമായ നിയമമുണ്ട്. മാറ്റങ്ങൾ വരുത്താനോ പൊളിക്കാനോ ആർക്കും അവകാശമില്ല. ഇത് പഴയ സ്റ്റൈലിൽ തന്നെ പുതുക്കി പണിയാനാണെങ്കിൽ നല്ല പൈസ മുടക്കേണ്ടി വരും. സാധാരണക്കാരായ ആളുകൾക്ക് അതിന് പറ്റാത്തത് കൊണ്ട് ഈ വീടുകൾ ഇങ്ങനെ വെറുതെ കിടന്ന് നശിക്കുകയാണ്. വീട് പൂർണ്ണമായും നശിച്ചാൽ പിന്നെ ഇവിടെ പുതിയ വീടുകൾ പണിയാമെന്ന പ്ലാനിലാണ് പലരും ഇതിനെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചില പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ആൾ താമസമൊന്നും ഇല്ലെന്ന്. പക്ഷേ നേരത്തെ മേളോട്ട് നോക്കിയപ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് അവിടെ നിർത്തി നോക്കും നമ്മളെ. സോ ഒന്നെങ്കിൽ ഈ വീടിനൊക്കെ മേളിൽ കട്ടനുണ്ട്. സോ ആൾ താമസമുള്ള വീടുകളൊക്കെ തന്നെ. പക്ഷേ ഇത് മൊത്തത്തിൽ പൊളിഞ്ഞാണ്. ഇതാ നമ്മുടെ സ്ഥിരം കാണുന്ന കാഴ്ച. ഇപ്പോൾ ഗാർലിക്കും ഉണ്ട്, ടെഡി ബെയറും ഒരു മീനും. ഇവിടെയും ഒരു പാവയെ തൂക്കിയിട്ടിട്ടുണ്ട്, ഒരു മിക്കി മൗസിനെ. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. Can I ask you something? Yeah. Everywhere we go in Albania, we saw these little toys like Mickey Mouse, sometimes teddy bear. Why do you do that? Not. To you got bad Get back. Is it something with Albanian tradition? No. It's not. Albanian traditional is with garlic. With the garlic. അങ്ങനെ അത് അവസാനം കണ്ടുപിടിച്ചു. വന്ന അന്ന് മുതൽ അൽബേനിയയിൽ പല സ്ഥലത്തും ഈ പാവകളെ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ കാണാറുള്ള പോലെ തന്നെ ഇതും കണ്ണു കിട്ടാതിരിക്കാനാണെന്ന് ഉറപ്പായി. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടു. എനിക്കറിയത്തില്ല ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണോ എന്ന്. പക്ഷേ ഇത് മദർ തെരേസയുടെ ഫാമിലി താമസിച്ച വീടാണെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് നോക്കട്ടെ. ഇതാ നമ്മൾ ഗസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു. ഹലോ. അങ്ങനെ വഴി തെറ്റി വന്നാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാഴ്ച കിട്ടി. മദർ തെരേസ സ്കോദറുകാരിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ മദർ തെരേസയുടെ ഫാമിലി ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു കാഴ്ചയാണ്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ പള്ളികൾ കാണാൻ പോകാം. 46 വർഷങ്ങൾ നീണ്ടുവന്ന അൽബേനിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്താണ് ഈ രാജ്യത്തെ പള്ളികൾ തകർക്കപ്പെടുന്നത്. 1967 എൻവർ ഹോജ എന്ന ഏകാധിപതി അൽബേനിയ ലോകത്തിലെ ആദ്യത്തെ എയ്ത്തിയസ്റ്റ് രാജ്യമായി പ്രഖ്യാപിച്ചു. മതം ആചരിക്കുന്നതിനും മതപുസ്തകങ്ങൾ വായിക്കുന്നതിനും വീടുകളിൽ പ്രാർത്ഥിക്കുന്നതിന് പോലും അന്ന് കടുത്ത ശിക്ഷ ഉണ്ടായിരുന്നു. രാജ്യമൊട്ടാകെ ഏകദേശം 2000-ഓളം പള്ളികൾ അടച്ചുപൂട്ടുകയോ തകർക്കുകയോ ചെയ്യപ്പെട്ടു. മുസ്ലിംസിൻ്റെയും ക്രിസ്ത്യാനികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായ ഷ്കോദറിലും ഇവരുടെ പഴയ ഒട്ടോമൻ കാലത്തെ മദ്രസ ഉണ്ടായിരുന്ന മസ്ജിദുകളും ക്രിസ്ത്യൻ പള്ളികളും നശിപ്പിക്കപ്പെട്ടു. പക്ഷേ അന്ന് പൂർണ്ണമായി തകർക്കപ്പെടാതിരുന്ന ഒരു പള്ളി ഇവിടെ ഇന്നും കാണാം. ആ കാലത്ത് ഈ പള്ളി ഇവരൊരു ജിമ്മായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അൽബേനിയയുടെ പല ഭാഗങ്ങളിലും അന്നിങ്ങനെ പള്ളികൾ സ്പോർട്സ് സെൻ്ററായും വെയർഹൗസായും ആശുപത്രിയായും ഒക്കെ മാറ്റിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ പള്ളി വീണ്ടും തുറന്നപ്പോൾ അന്നിവിടെ മദർ തെരേസയും എത്തിയിരുന്നു. പക്ഷേ മതം നിരോധിച്ചിരുന്ന ആ കാലത്ത് മദർ തെരേസയ്ക്ക് ഈ രാജ്യത്തേക്ക് വരാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. നമ്മൾ അൽബേനിയയിലെത്തിയ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ മദർ തെരേസയുടെ സഹോദരിയുടെയും അമ്മയുടെയും അടക്കത്തിന് പോലും അവർക്ക് ഇവിടേക്ക് വരാൻ സാധിച്ചിരുന്നില്ല. കർശനമായി മതം നിരോധിച്ചിരുന്നിട്ടും വീടുകളിൽ പ്രാർത്ഥിക്കുന്നതിനെന്ന് വലിയ ശിക്ഷ കൊടുത്തിരുന്നിട്ട് പോലും പല ആളുകളും രഹസ്യമായി അവരുടെ വീടുകളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. വീടിന്റെ പുറത്തൊരു ചെറിയ കുരിശ് വെക്കുന്നതിലൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരെ രഹസ്യമായി വീടുകളിലേക്ക് ക്ഷണിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 46 വർഷം നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവസാനത്തോടെ പള്ളികൾ വീണ്ടും തുറക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധങ്ങൾ അൽബേനിയയിൽ ആദ്യം തുടങ്ങിയ നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഷ്കോദർ. പിന്നീടുള്ള വർഷങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു പോയ പള്ളികൾ ഇവർ വീണ്ടും പണിഞ്ഞു. മലയാളികൾക്ക് ഇതൊരു പുതിയ കാഴ്ച അല്ലെങ്കിലും ലോകത്ത് വളരെ റെയറായി മാത്രം കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പള്ളിയും മസ്ജിദും ഇത്രയും അടുത്ത് നിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് മുമ്പുണ്ടായിരുന്നതുപോലെ തന്നെ എല്ലാ മതത്തിലുള്ള മനുഷ്യരും മതമില്ലാത്തവരും ഇന്ന് പരസ്പരം വളരെ സ്നേഹത്തോടെ കഴിയുന്ന നാടാണ് ഷ്കോദർ. ഇന്നത്തെ യാത്രയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മനുഷ്യക്കുരുതിയുടെ കഥ പറയാനുള്ള ഇവരുടെ കാസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പക്ഷെ അതിനു മുന്നേ ആദ്യം ഇവിടുത്തെ പുതിയ മസ്ജിദും ഓർത്തഡോക്സ് പള്ളിയും നമുക്ക് പോയി കാണാം. ഞാൻ ഷോർട്സ് ആയിട്ടേക്കുന്നതുകൊണ്ട് അകത്ത് കയറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. ഞാൻ വിചാരിച്ച് ഷോർട്സ് ഇട്ട് കയറാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അത് ഷോർട്സ് ഇട്ടും സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. ആൽബേനിയയിൽ എത്തിയിട്ട് ഞാൻ ഇതുവരെ ഒരു മോസ്കും അങ്ങനെ ഇത്രയും അടുത്ത് കണ്ടില്ല. അകത്ത് കയറിയതേ ഇല്ല. നമുക്ക് ചാൻസ് കിട്ടിയാൽ അകത്ത് കയറാം. ഹലോ, ക്യാൻ വി ഗോ ഇൻസൈഡ്? ഷൂസ് ഓഫ്. ഷോർട്സ് ഓക്കെ? ഷൂസ് ഓഫ്. യെസ്, ഫോർ ഷുവർ. യാ, താങ്ക് യു. വാട്ട്സ് ദ നെയിം ഓഫ് ദ മോസ്ക്? എബു ബക്കർ. യാ, എബു ബക്കർ മസ്ജിദ്. നെയിം എബു ബക്കർ. യാ, താങ്ക് യു. മോസ്കിനകത്തുനിന്ന് ഇറങ്ങിയതാണ് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. മേളിൽ റംസാൻ മുബാറക്ക് എന്ന് എഴുതിയിട്ടുണ്ട്.
എപ്പോഴാണ് റംസാൻ സമയമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ റംസാൻ മുബാറക്ക് നേരിട്ടുണ്ട്. തൊട്ട് പുറകിൽ തന്നെയാണ് പള്ളി. അങ്ങോട്ട് പോകാനേ ഇതിവിടുത്തെ ഓർത്തഡോക്സ് പള്ളിയാണെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കണ്ടപ്പോൾ ഇത് കാത്തലിക് ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ കണ്ടൊരു ലോക്കൽ ചേട്ടനോട് ചോദിച്ചു, പുള്ളി എൻ്റെ ഫ്രണ്ട് കൂടെ പോയപ്പോൾ കുരിശൊക്കെ വരച്ചുകൊണ്ട് പോകുന്നുണ്ട്. പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ അകത്ത് കയറാൻ പറ്റത്തില്ല, 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഓർത്തഡോക്സ് ചേർച്ച് എവിടെ നോക്കട്ടെ, അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് ഇവിടെ നീങ്ങാം. അതിന് കുറച്ച് ഇങ്ങോട്ട് മാറി തന്നെയാണ് ഓർത്തഡോക്സ് പള്ളിയും. ഇവിടെയും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പുറത്തു നിന്നൊന്ന് കാണാം, എന്നിട്ട് പതുക്കെ അങ്ങ് നീങ്ങാം. ഇതിൻ്റെ പുറകിൽ കൂടെ വന്ന് വേറൊരു പാർക്കിങ്ങിൻ്റെ സൈഡിൽ കൂടെ, പക്ഷേ ഇവിടെയും ഡോർ ക്ലോസ്ഡ് ആണ്. സോ നമുക്ക് പള്ളി രണ്ടും അകത്ത് കയറി കാണാൻ ഇന്ന് അവസരമില്ല. സോ നമുക്ക് നേരെ ഇനി പോയെന്തായാലും കുടിക്കാം. കുറേ ആയി നടക്കുന്നു, കുറേ നടന്ന് ക്ഷീണിച്ചു. ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, അത് കുടിക്കാം. മ്യൂസിക് അൽബേനിയൻ നൈസ്. ഇവിടെ ഹോട്ടൽ റൊസാഫ കാണാം. ഇവിടുത്തെ കാസലിൻ്റെ പേരും സ്കോദർ കാസലിൻ്റെ പേരും റൊസാഫ കാസലിനാണ്. അവിടെ പോകണം. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയൊക്കെ ഉണ്ട്. തൽക്കാലം ഒരു ജ്യൂസ് കുടിക്കട്ടെ, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ നമുക്ക് ടൗണിൻ്റെ അടുത്ത സൈഡിലേക്ക് പോവാം. സ്കോദറിൽ ഒരുപാട് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒന്നിട്ട് കയറി ഒരു മിലാനി എന്നുള്ള ഫുഡാണ്. ഒരു മിലാനീസ് ചിക്കൻ ഫിലെ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ടോഫലും ഐൽസൊക്കെ പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സാണ്. ഒരു ജർമ്മനി ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ഇവരും എങ്ങനെയെങ്കിലും നാട് വിടാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഒരു ചെറിയ ദുഃഖ വാർത്തയോട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ. കാര്യം വേറൊന്നുമല്ല, സ്കോദറിലെ അടുത്ത പ്രധാനപ്പെട്ട കാഴ്ചയായ റൊസാഫ കാസലിലേക്കുള്ള അവസാനത്തെ ബസ്സും പോയി. അതുകൊണ്ട് നടന്നാണെങ്കിലും റൊസാഫ കാസലിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, കാസിൽ പൂട്ടാനും ഏകദേശം സമയമായി. 7 മണിക്കാണ് ഇവിടെ ക്ലോസിംഗ് ടൈം. ക്ലോസ് ചെയ്യാൻ 2 മിനിറ്റ് ബാക്കിയുള്ളപ്പം ഓടി വന്ന് കയറി നമുക്ക് ലാസ്റ്റിലത്തെ ടിക്കറ്റ് തന്നിട്ട് ആ ടിക്കറ്റ് തന്ന ചേട്ടൻ പുള്ളി വീട്ടിൽ പോവാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും അകത്ത് സ്പെൻഡ് ചെയ്തോ, 1 hour 2 hour എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്തോ, എനി ടൈം നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ തോന്നും. സ്കോദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നായ റൊസാഫ കാസലിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സ്കോദർ സിറ്റിയുടെ മുഴുവൻ കാഴ്ചയും ഇവിടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന ഈ കോട്ട നൂറ്റാണ്ടുകളായി ഇവിടെ നിൽക്കുന്നതാണ്. സ്കോദറിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ കഥകളിലൊന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നമ്മളിവിടം വരെ വന്നതെന്ന് വേണമെങ്കിൽ പറയാം. പല സാമ്രാജ്യങ്ങളുടെ അധികാരത്തിലൂടെ കടന്നുപോയ ഈ കോട്ട 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇലീരിയൻ ഗോത്രങ്ങളിലൂടെ ജീവിക്കുന്ന കാലത്ത് 3 സഹോദരന്മാർ ചേർന്നാണ് ആദ്യമായി പണിയുന്നത്. പകല് മുഴുവൻ ഇവർ പണിയുന്ന ഭിത്തികൾ രാത്രിയാകുമ്പോൾ തകർന്നു വീഴും. എത്ര തവണ പണിതാലും പിറ്റേ ദിവസം രാവിലെ വീണ്ടും അത് തകർന്നു കിടക്കും. അങ്ങനെ ഒരു ദിവസം ഇതിനെന്താണ് പരിഹാരമെന്നറിയാൻ ഇവർ പ്രായമുള്ള ജ്ഞാനിയായ ഒരു മനുഷ്യനോട് അന്വേഷിച്ചു. ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കണമെങ്കിൽ ഒരു നരബലി വേണ്ടിവരുമെന്നായിരുന്നു ഇവർക്ക് കിട്ടിയ മറുപടി. പിറ്റേ ദിവസം ആദ്യം ഭക്ഷണവുമായി വരുന്നത് ആരുടെ ഭാര്യയാണോ ആ സ്ത്രീയെ ജീവനോടെ കോട്ടയുടെ ഭിത്തിയിൽ അടക്കണം. എങ്കിൽ മാത്രമേ ഈ കോട്ട പൂർണ്ണമാകൂ. 3 സഹോദരന്മാരും ഈ കാര്യം രഹസ്യമായി വെക്കാമെന്ന് സത്യം ചെയ്തു. പക്ഷേ മൂത്ത സഹോദരന്മാർ 2 പേരും അവരുടെ ഭാര്യമാരോട് ഈ കാര്യം രാത്രി രഹസ്യമായി പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഭക്ഷണവുമായി അവിടെ എത്തിയത് ഇളയ സഹോദരൻ്റെ ഭാര്യയായ റൊസാഫയായിരുന്നു. ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കാൻ വേണ്ടി തൻ്റെ ജീവൻ ബലി കൊടുക്കാൻ റൊസാഫ സമ്മതിച്ചു. പക്ഷേ സ്വന്തം കുഞ്ഞിനെ ഓർത്ത് അവരോട് ഒരപേക്ഷ മാത്രമാണ് റൊസാഫ നടത്തിയത്. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ കുഞ്ഞിനെ കാണാനും സ്പർശിക്കാനും പാല് കൊടുക്കാനും വേണ്ടി ശരീരത്തിൻ്റെ ഒരു ഭാഗം പുറത്തേക്കിടണമെന്ന് അവരോട് അപേക്ഷിച്ചു. അങ്ങനെ റൊസാഫയെ ജീവനോടെ ഭിത്തിയിൽ അടച്ചതിന് ശേഷമാണ് ഈ കോട്ടയുടെ പണി പൂർണ്ണമായതെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. ഇതിനെ ഒരു കെട്ടുകഥയെന്നോ അന്ധവിശ്വാസം എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ഇന്നും റൊസാഫ കാസലിൻ്റെ ഭിത്തികളിൽ നിന്ന് വെള്ളം പോലെ ഒഴുകുന്ന ഈ പാടുകൾ റൊസാഫയുടെ പാലിൻ്റെ പ്രതീകമാണെന്ന് പറയുന്ന ആളുകളും ഇവിടെ ഒരുപാടുണ്ട്. ഇത്രയും രാത്രി ആയതുകൊണ്ട് കാസലിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നന്നായി കാണാൻ പറ്റത്തില്ലെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ രാവിലെ ഒരുപാട് ടൂറിസ്റ്റുകളുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ രാത്രി വന്നുകൊണ്ട് കിട്ടിയത്. പ്രത്യേകിച്ച് ഈ കാസലിൻ്റെ മുകളിൽ നിന്ന് സ്കോദർ സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ച. ഈ കാസലിനുള്ളിൽ കുറച്ചു നേരം കൂടെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടൊരു ബൈക്കുള്ളിലേക്ക് വന്നത്. ഒരു ചേട്ടൻ ബൈക്ക് അടിച്ച് ആരെങ്കിലുമൊക്കെ ഇനി പുറത്തിറങ്ങാനുണ്ടോ എന്ന് നോക്കി നടപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് പെട്ടെന്ന് ഇറങ്ങണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞില്ല 10 മിനിറ്റ്സ് ഉള്ളിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞു വന്ന കഥയിലെ അമ്മ ആക്ച്വലി ഈ മ്യൂസിയത്തിനകത്താണുള്ളത്. പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. രാവിലെ വന്നിരുന്നെങ്കിൽ നടന്നേനെ. നമ്മളെ ഇറക്കി ഒരു ചേട്ടൻ പോവാണ്. നമുക്ക് വന്ന വീട് പിടിക്കാം. കുറച്ച് നേരമായി ഒരാൾ നമ്മുടെ കൂടെ കൂടിയിട്ട് റൊസാഫ കാസൽ മൂലം നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം നടന്ന് ഏകദേശം നമ്മൾ സ്കോദറിൻ്റെ സിറ്റി സെൻറ്റർ എത്താറായി. ഇവനിന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസ് വരെ എത്തും. തിരിച്ച് സ്കോദർ വരെ എത്താറായി. നമ്മുടെ പള്ളി എത്തി. പള്ളി കയറുക. പള്ളിക്ക് ഇല്ല, നമ്മുടെ കൂടെ തന്നെ.